എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വിഷു പായസമാണ്. ഈ ഒരു വിഷുനാളില് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. അതും ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് ഈ ഒരു വിഷുനാളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള ഈസി പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ പായസം ഒരു വെറൈറ്റി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പോളം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകിയതിനു ശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് കുതിർത്താൻ വെച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ചവ്വരി ചെറുതാണെങ്കിൽ ഒരു 10 മിനിറ്റ് മാത്രം കുതിർത്തിയാൽ മതിയാകും. ഇതിപ്പോ വലിപ്പമുള്ള ചവ്വരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചവ്വരി കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി ഒരു ചുവട് കെട്ടിയുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഉരുളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസ് ചേർക്കാം. ഇനി കാഷ്യൂസ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. കാഷ്യൂസിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയാൽ പിന്നെ നമുക്ക് കുറച്ച് റേസിൻസ് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തത് കോരി മാറ്റാം. അങ്ങനെയെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി ബീട്രൂട്ട്, ഒരു ബീട്രൂട്ടിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഈ നെയ്യിലേക്ക് ചേർക്കാം. നല്ലോണം നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബീട്രൂട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തിയെടുത്തിട്ടുള്ള ചവ്വരിയാണ് ചേർക്കേണ്ടത്. ഒരു 15 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് ചേർക്കാം. ഇനി ചവ്വരിയും കൂടി ചേർത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തു തന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ചവ്വരി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ചവ്വരി നല്ലോണം ഒന്നുകൂടെ വീർപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. ഒരു 1/4 കപ്പോളം സേമിയാണ്. ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സേമിയാണ്. എങ്കിലും ഒന്നുകൂടെ കഴുകിയതിന് ശേഷം നമുക്ക് ഈ വഴറ്റുന്ന ഈ ഒരു ചേരുവയിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ സേമിയയും കൂടെ ഇതിലേക്ക് ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ചവ്വരിയൊക്കെ നല്ല പോലെ ഒന്ന് വീർപ്പായി വന്നിട്ടുണ്ട്. അതും നല്ല ജ്യൂസി ടൈപ്പിലേക്ക് മാറി വന്നിട്ടുണ്ട്. സേമിയ ചേർത്ത് പിന്നെ നമുക്ക് ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും 1/4 ലിറ്ററോളം ആദ്യമേ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഈ ഒരു പാനിന്റെ താഴെ പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാലും കൂടെ ചേർക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാലും കൂടെ നമുക്കൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മളിപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാലും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓടിന്റെ ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഓരോ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴും ഇളക്കി കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ എടുക്കുവാണെങ്കിൽ ഇതുപോലെയൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇപ്പോൾ 1 ലിറ്റർ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടായിരിക്കണം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ടത്. നമ്മൾ ചവ്വരിയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുള്ളത് കൊണ്ട് നല്ലപോലെ തന്നെ വേവായി വന്നിട്ടുണ്ടാകും. അതുപോലെ വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള സേമിയയും ചവ്വരിയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കുറുകിയ പാകത്തിലേക്കായി വരണം. അതുവരെ നമുക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്കിളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പാല് തിളച്ച് തൂവാൻ സാധ്യത കൂടുതലാണ്. ഒരുപാട് സമയമൊന്നും നമുക്ക് വേണ്ട ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഈ ഒരു വിഷുനാളിൽ പലതരം വിഭവങ്ങൾ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു സിമ്പിൾ പായസം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇനി ഈ ഒരു ചവ്വരിയും സേമിയയും ഒന്ന് വെന്ത് പായസം ഒന്ന് കുറുകി കിട്ടണം. ഇത്രയും സമയം തന്നെ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെ പായസം ഒന്ന് നല്ലോണം തിളച്ച് കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം.
പായസത്തിന് ആവശ്യമായ മധുരമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഈ ഒരു കപ്പ് പഞ്ചസാര ഇതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു മധുരമാണ്. കുറച്ചുകൂടെ കൂടുതൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർക്കുവാണ്. വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി പായസം ഒന്നുകൂടെ തിളച്ച് വരട്ടെ. ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർന്ന് നല്ലപോലെ ഒന്ന് പായസം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാൽപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത്, ചൂടുവെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പായസത്തിലേക്ക് ചേർക്കുവാണ്. ഇനി ഒരുപാട് നേരമൊന്നും നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നല്ല ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് ഈ പായസം ഇവിടെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളതും. അങ്ങനെ പാൽപ്പൊടിയും കൂടി ചേർത്ത് പായസം ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു സ്വാദനായിട്ട് ഏലക്ക ചുക്ക് പൊടി ചേർക്കാം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം നല്ല കുറുകിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നല്ലപോലെ കട്ടിയായി വരുവാണെങ്കിൽ കുറച്ചുകൂടെ പാൽ വേണം കേട്ടോ ചേർക്കാൻ. നാളികേരപ്പാൽ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് നാളികേരപ്പാൽ ചേർക്കുന്നതും നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റ് കൂട്ടുന്നതാണ്. ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു കാഷ്യൂസും റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള സേമിയ ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും നിങ്ങൾ ഇതുപോലൊരു പായസം തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.